വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ സംസ്ഥാനമായിട്ടുള്ള മിസോറാമിനെ കുറിച്ചാണ് കേട്ടോ. മിസോറാം എന്ന് പറയുന്ന സംസ്ഥാനം നിലവിൽ വന്നത് 1987 ഫെബ്രുവരി 20-നാണ്. അപ്പൊ 1987 ഫെബ്രുവരി 20-ന് നിലവിൽ വന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? മിസോറാം ആണ് കേട്ടോ. മിസോറാമിന്റെ പ്രത്യേകത അല്ലെങ്കിൽ മിസോറാം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്നാണ്. അപ്പൊ കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്നർത്ഥം വരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? മിസോറാം. കൂടാതെ മിസോറാമിന് കുറെ വിശേഷണങ്ങൾ ഉണ്ട്. ഒന്ന്, പർവ്വത നിവാസികളുടെ നാട്. എന്താ വിളിക്കുക? പർവ്വത നിവാസികളുടെ നാട് എന്ന് വിളിക്കുന്നത് മിസോറാമിനെയാണ്. ലുഷായ് ഹിൽസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനവും മിസോറാമാണ്. ലുഷായ് ഹിൽസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനവും മിസോറാമാണ്. അടുത്തത്, വ്യവസായങ്ങൾ ഇല്ലാത്ത നാട്. വ്യവസായങ്ങൾ ഇല്ലാത്ത നാട് എന്നറിയപ്പെടുന്നതും മിസോറാമാണ്. അപ്പൊ വ്യവസായങ്ങൾ ഇല്ലാത്ത നാട്, ലുഷായ് ഹിൽസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം, പർവ്വത നിവാസികളുടെ നാട്, ഇതൊക്കെ നമ്മുടെ മിസോറാമിന്റെ വിശേഷണങ്ങളാണ്. കൂടാതെ കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്ന മിസോറാം എന്ന വാക്കിന് മീനിങ് ഉണ്ട് എന്ന് ഓർത്തു വെക്കുക. ഇനി മിസോറാമിനെ കുറിച്ച് പറയുമ്പോൾ മിസോറാമിന്റെ തലസ്ഥാനാണ് വളരെ പ്രധാനമാണ്. മിസോറാമിന്റെ തലസ്ഥാനം ഐസ്വാൾ എന്നാണ്. എന്താ മിസോറാമിന്റെ തലസ്ഥാനം? ഐസ്വാൾ. മിസോറാമിന്റെ ഹൈക്കോടതി ഗുവാഹത്തിയാണ് കേട്ടോ. അപ്പൊ ഗുവാഹത്തി ഹൈക്കോടതി, മിസോറാം ഹൈക്കോടതി ഗുവാഹത്തി. മിസോറാമിന്റെ തലസ്ഥാനം ഐസ്വാൾ ആണ്. ഇനി മിസോറാമില് കുറച്ച് ആഘോഷങ്ങളുണ്ട്. മിസോറാമിലെ പ്രധാനപ്പെട്ട ഒരു ആഘോഷത്തിന്റെ പേരാണ് ചപ്ചർ കുട്ട്. എന്താണ്? ചപ്ചർ കുട്ട്. അടുത്തത് മിംകുട്ട്, അടുത്തത് പോൾകുട്ട്. അപ്പൊ നമ്മൾ നോക്കിയേ, അതായത് എല്ലാ ആഘോഷങ്ങളുടെയും അവസാനം കുട്ട്, KUT കുട്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ചപ്ചർ കുട്ട്, മിംകുട്ട്, പോൾകുട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട എന്താ? മിസോറാമിലെ ആഘോഷങ്ങളെ പൊതുവായി വിളിക്കുന്നത് കുട്ട് എന്നാണ് എന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ മിസോറാമിലെ ആഘോഷങ്ങളെ പൊതുവായി വിളിക്കുന്ന പേര് കുട്ടാണ്. മിസോറാമിലെ പ്രധാനപ്പെട്ട കുറച്ച് ആഘോഷങ്ങളാണ് പോൾകുട്ട്, മിംകുട്ട്, മിം എന്ന് പറഞ്ഞാൽ MIM, മിംകുട്ട്, ചപ്ചർകുട്ട്. അപ്പൊ ചപ്ചർകുട്ട്, മിംകുട്ട്, പോൾകുട്ട് തുടങ്ങിയവ മിസോറാമിലെ ആഘോഷങ്ങളാണ്. മിസോറാമിലെ ആഘോഷങ്ങളെ പൊതുവായി വിളിക്കുന്നത് എന്താണ്? കുട്ട് എന്നാണ് കേട്ടോ. ഇനി മിസോറാമിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ടൈഗർ റിസർവിന്റെ പേരാണ് ഡംബ ടൈഗർ റിസർവ്. എന്താണ്? ഡംബ ടൈഗർ റിസർവ് കേട്ടോ. അപ്പൊ ഡംബ ടൈഗർ റിസർവ് എവിടെയാണ്? മിസോറാമിലാണ് എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ മിസോറാമിലെ ടൈഗർ റിസർവ് ഡംബ ടൈഗർ റിസർവ് ആണ്. ഇനി അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടിയ സാക്ഷരതാ നിരക്ക് കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ മിസോറാമിലെ ജില്ലയിലാണ്, സെർച്ചിപ്പ് ജില്ല. അപ്പോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതാ നിരക്കുള്ള ജില്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതാ നിരക്കുള്ള ജില്ല, ലിറ്ററസി റേറ്റ് ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഡിസ്ട്രിക്ട് ഏതാണ്? സെർച്ചിപ്പ് ആണ്. ആ സെർച്ചിപ്പ് എന്ന് പറയുന്ന ജില്ല എവിടെയാണ്? മിസോറാമിലാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്തത്, മിസോറാമിന്റെ ഒരു ഭാഷയാണ് മീസോ. മിസോറാമിലെ ഭാഷയാണ് മീസോ. ആ മീസോ ഭാഷയുടെ പ്രത്യേകത എന്താ അറിയാം നിങ്ങൾക്ക്? റോമൻ ലിപി ഉപയോഗിക്കുന്ന മിസോറാമിലെ ഭാഷയാണ് കേട്ടോ. അപ്പൊ റോമൻ ലിപി ഉപയോഗിക്കുന്ന മിസോറാമിലെ ഭാഷ ഏതാണ്? മീസോ ഭാഷയാണ്. റോമൻ ലിപി ഉപയോഗിക്കുന്ന മിസോറാമിലെ ഭാഷ മീസോ ഭാഷ. ഇനി മിസോറാമിലെ രണ്ട് പ്രശസ്തമായിട്ടുള്ള തടാകങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഒന്ന്, പാലക്ക് തടാകം. അപ്പൊ പാലക്ക് ചീരയൊക്കെ കേട്ടിട്ടുണ്ട് നമ്മള് അല്ലെ. അപ്പൊ പാലക്ക് എന്ന് പറയുന്ന തടാകം എവിടെയുള്ള? മിസോറാമിലാണ്. അടുത്തത് താംഡിൽ തടാകം. താംഡിൽ തടാകം. അപ്പൊ താംഡിൽ തടാകവും പാലക്ക് തടാകവും സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ്. ഇനി നമുക്കറിയാം വക്കം പുരുഷോത്തമൻ അല്ലെ. വക്കം പുരുഷോത്തമനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടു. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? മിസോറാം ഗവർണർ സ്ഥാനത്തെത്തിയ ആദ്യ മലയാളിയാണ് വക്കം പുരുഷോത്തമൻ. മിസോറാമിൽ 2-3 എന്താ പറയാ ഗവർണർ മലയാളികളായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലൊരാളാണ് ശ്രീധരൻ പിള്ളയൊക്കെ. അപ്പൊ മിസോറാം, അപ്പൊ എല്ലാവരും ഓർത്തു വെച്ചില്ലെങ്കിലും മിസോറാം ഗവർണർ സ്ഥാനത്തെത്തിയ ആദ്യ മലയാളിയെ നിങ്ങൾ ഓർക്കണം. അദ്ദേഹത്തിന്റെ പേര് വക്കം പുരുഷോത്തമൻ എന്നാണ്. എന്താണ്? വക്കം പുരുഷോത്തമൻ. ഇനി അടുത്തത്, മീസോ നാഷണൽ ഫണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ മീസോ എന്ന് പറഞ്ഞ ലിപിയെ കുറിച്ച് പറഞ്ഞു അല്ലെ. മിസോറാമിൽ റോമൻ ലിപി ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ ഭാഷയിലാണ്, മീസോ ഭാഷയിലാണ്. അപ്പൊ അതുപോലെ മീസോ നാഷണൽ ഫണ്ട് എന്ന് പറയുന്നത് മിസോറാമിലെ പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ പേരാണ്. അപ്പൊ മീസോ നാഷണൽ ഫണ്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആ സംഘടന എവിടെയാണ്? മിസോറാമിലെ സംഘടനയാണെന്ന് ഓർക്കാം. ഇനി ഇന്ത്യയില് സാക്ഷരതാ നിരക്ക്
ഏറ്റവും കൂടുതലുള്ള ജില്ല മിസോറാമിലെ സർച്ചിപ്പ് ജില്ലയാണെങ്കിൽ ഇന്ത്യയിൽ സാക്ഷരതാ നിരക്കിൽ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനവും മിസോറാമാണ്. അപ്പൊ സാക്ഷരതാ നിരക്കിൽ ഇന്ത്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? മിസോറാമാണ്. അതുപോലെ തന്നെ ജനസംഖ്യ കുറഞ്ഞ 2ാമത്തെ സംസ്ഥാനം. അപ്പൊ സാക്ഷരതാ നിരക്ക് കൂടിയ 2ാമത്തെ സംസ്ഥാനം, ജനസംഖ്യ നിരക്ക് കുറഞ്ഞ 2ാമത്തെ സംസ്ഥാനം, രണ്ടും ഏതന്നെയാണ് നമ്മൾ ഉത്തരം പറയണ്ടേ? മിസോറാം തന്നെ പറയണം. ഇനി ശതമാന അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ധാരാളം വനമുള്ള സംസ്ഥാനമാണ് ഏതാ? മിസോറാം. അപ്പൊ ശതമാന അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമല്ല, ശതമാന അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയണ്ടേ? മിസോറാമാണ് നമ്മൾ പറയണ്ടേ. അതുപോലെ ശതമാന അടിസ്ഥാനത്തിൽ പട്ടികവർഗക്കാർ കൂടുതലുള്ള സംസ്ഥാനവും ഏതന്നെയാണ്? മിസോറാമാണ്. ഇന്ത്യയിൽ ശതമാന അടിസ്ഥാനത്തിൽ വനം കൂടുതലാണ്, ശതമാന അടിസ്ഥാനത്തിൽ പട്ടികവർഗക്കാർ കൂടുതലാണ്. ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് കൂടുതലുള്ള ജില്ല മിസോറാമിലെ സർച്ചിപ്പ് ജില്ലയാണ്. സാക്ഷരതാ നിരക്കിൽ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനം മിസോറാമാണ്. ജനസംഖ്യ കുറഞ്ഞ 2ാമത്തെ സംസ്ഥാനവും ഏതന്നെയാണ്? മിസോറാം തന്നെയാണ്. അപ്പൊ വളരെ കുറച്ച് കാര്യങ്ങളാണ് മിസോറാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുള്ളൂ, പക്ഷെ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി മിസോറാമിലെ 2 ദേശീയ ഉദ്യാനങ്ങൾ അഥവാ നാഷണൽ പാർക്കുകളെ കുറിച്ച് ഓർത്തു വെക്കുക. മെർലൻ ദേശീയ ഉദ്യാനം, മെർലൻ നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? മിസോറാമിലാണ്. ബ്ലൂ മൗണ്ടെയിൻ നാഷണൽ പാർക്ക്, അപ്പൊ മെർലിൻ നാഷണൽ പാർക്ക്, ബ്ലൂ മൗണ്ടെയിൻ നാഷണൽ പാർക്ക്, ഫാൻപുയി നാഷണൽ പാർക്ക്. അതായത് ബ്ലൂ മൗണ്ടെയിൻ നാഷണൽ പാർക്കിന്റെ വേറൊരു പേരാണ് ഫാൻപുയി. അപ്പൊ ബ്ലൂ മൗണ്ടെയിൻ അഥവാ ഫാൻപുയി നാഷണൽ പാർക്ക്, മെർലിൻ നാഷണൽ പാർക്ക് എന്നിവ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മിസോറാം. ഇത്രയേ ഉള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങളെ മിസോറാമിനെ കുറിച്ച് പഠിക്കാനുള്ളൂ, പക്ഷെ പഠിച്ചിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വളരെ ഭംഗിയായിട്ട് നിങ്ങളത് പഠിച്ച് മുന്നോട്ട് പോവാട്ടോ. ക്ലാസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി ഇതുപോലെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.